സർഗം എഴുതിയത് അദ്ദേഹമാണല്ലോ. അപ്പോൾ സർഗത്തിൻ്റെ ഒരു പോയിന്റിൽ വിനീതേട്ടൻ്റെ കഥാപാത്രം പാടുന്ന സമയത്ത് അപ്പോഴാണ് ഈ അച്ഛൻ തിരിച്ചറിയുന്നത് മകൻ പാടും എന്നുള്ളത്. എഴുതി കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നു. അതായത് ഈ മകന് ഇൻഹറൻ്റായിട്ട് പാട്ടുണ്ടെങ്കിൽ ഇയാൾ 1 വയസ്സിലും 2 വയസ്സിലും 4 വയസ്സിലും 5 വയസ്സിലും ഒക്കെ പാടും. ഈ ബോധപൂർവം അച്ഛനിൽ നിന്ന് മറച്ചു വെക്കാനുള്ള പ്രായമാവുമ്പോഴേ അയാൾക്ക് മറച്ചു വെക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്തും പാടും. അപ്പോൾ ഈ അച്ഛൻ കേട്ടിട്ടുണ്ടാവും ഇയാളൊരു സംഗീതകാരനാണ്. ഈ സംഗീതകാരനായിട്ടുള്ള അച്ഛൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് മനസ്സിലാവും, മകൻ പാടും എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇത് പറ്റിയിട്ട് ഇതൊരു ലോജിക്കൽ പിഴവാണ് അവിടെ എത്തുന്ന സമയത്ത്. അപ്പം ഇത് തിരുത്തി കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ ഇതാവും. അപ്പോൾ ഇത് ഒരു കൺഫ്യൂഷൻ വന്നിട്ട് MT സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇതൊക്കെ കണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, കൊച്ചപ്പേട്ടൻ പറഞ്ഞതാണ്, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഈ വേഷം ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഈ അച്ഛൻ്റെ വേഷം നെടുമുടി വേണുവിനോട് ഈ കാര്യം പറഞ്ഞാൽ മതി, എന്നിട്ട് ആ ലോജിക്ക് മനസ്സിലാവാത്ത വിധത്തിൽ അത് അഭിനയിക്കാൻ പറയാ, അത് ചിന്തിക്കാത്ത രീതിയിൽ അഭിനയിക്കാൻ പറയാം. നമ്മളൊന്നും ആ സിനിമ കാണുന്ന സമയത്ത് ഇത് ചിന്തിച്ചിട്ടില്ല. ഇത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ആണല്ലോ.